അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിളല്ലാഹ്. അമ്മാ ബഅദ്. ഏറെ സ്നേഹധന്യരായ വിശ്വാസികളെ, വിശ്വാസിനികളെ, പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റമദാനു ശരീഫിൻ്റെ ശ്രേഷ്ഠമായ ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിവിൻ്റെ പരമാവധി സൽക്കർമ്മനിരതരാകാൻ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖും സൗഭാഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ. വിശ്വാസികളെ, നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ലോകം നശ്വരമാണെന്നും ഇവിടെ നിന്ന് മരണമെന്ന് പറയുന്നൊരു പ്രതിഭാസത്തിലൂടെ അനശ്വരമായിരിക്കുന്നൊരു ലോകം നമുക്ക് വരാറുണ്ട് എന്നും വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ആ ലോകത്തേക്ക് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യാനാണ് ഈ ലോകത്തിലുള്ള ഓരോ സമയവും നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. ഒരു മനുഷ്യൻ്റെ അന്ത്യശ്വാസം വലിക്കുന്നതിലൂടെ അവൻ്റെ കർമ്മങ്ങൾക്കുള്ള അവസരങ്ങൾ അവസാനിക്കുകയാണ്. എന്നാൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുന്നൊരു ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ്റെ ചില സൽക്കർമ്മങ്ങൾ അതിൻ്റെ പ്രതിഫലം അവൻ്റെ മരണത്തോടുകൂടി അവസാനിക്കുന്നില്ല, മറിച്ച് മരണാനന്തരവും അവൻ്റെ ഖബറിൽ അവനാ ചെയ്ത സൽക്കർമ്മങ്ങളുടെ പ്രതിഫലങ്ങൾ അവൻ അനുഭവിക്കാനും ആസ്വദിക്കാനും കഴിയുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്നു. അങ്ങനെയുള്ള ചില സൽക്കർമ്മങ്ങളെ വ്യത്യസ്തങ്ങളായ ഹദീസുകളിലൂടെ പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. കൂട്ടത്തിലൊരു ഹദീസ് സാന്ദർഭികമായി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. മഹാനായ സയ്യിദുന അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സബ്ഉൻ യജ്രി ലിൽ അബ്ദി അജ്റുഹുന്ന മിൻ ബഅദി മൗതിഹി വഹുവ ഫീ ഖബ്രിഹി. ഒരടിമ അവൻ്റെ മരണാനന്തരം അവൻ ഖബറിലായിരിക്കെ തന്നെ പ്രതിഫലം ലഭിക്കുന്ന 7 കർമ്മങ്ങളുണ്ട്. ഏതൊക്കെയാണ് ആ 7 കർമ്മങ്ങൾ? പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ അല്ലമ ഇൽമ, ആരെങ്കിലും ഒരാൾക്ക് ഒരു ഉപകാരപ്രദമായിരിക്കുന്ന വിജ്ഞാനം പഠിപ്പിച്ചു കൊടുത്തു, ആ പഠിച്ച വിജ്ഞാനം കൊണ്ട് അവൻ സൽക്രമങ്ങൾ ചെയ്യുമ്പോഴൊക്കെ ഈ മനുഷ്യൻ ഖബറിലായിരിക്കാം, അതിൻ്റെ പ്രതിഫലം അവന് ലഭിക്കും. മൻ അല്ലമ ആയത്തം മിൻ കിതാബില്ലാഹി ഫലഹു സവാബുഹാ മാ തുലിയത്ത്, ആരെങ്കിലും അള്ളാഹുവിൻ്റെ പരിശുദ്ധ കിതാബിൽ നിന്നൊരായത്തിനെ ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുത്തു, എന്നാൽ ആ ആയത്ത് ഇവൻ പാരായണം ചെയ്യുമ്പോഴൊക്കെ സമാനമായ ഒരു പ്രതിഫലം ഈ പഠിപ്പിച്ചു കൊടുത്തവൻ അള്ളാഹു നൽകുമെന്നാണ്. രണ്ടാമതായി പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുന്നു, ഔ ഖറാ നഹ്റ, ആരെങ്കിലും ഒരു നദി കീറി വെള്ളം ഒഴുക്കിയാൽ പാവപ്പെട്ട ആളുകൾക്ക് അവരുടെ കൃഷി ആവശ്യത്തിനു വേണ്ടി അവർക്ക് ദാഹജലത്തിന് വേണ്ടി ആരെങ്കിലും വെള്ളം ഒഴുക്കി കൊടുത്താൽ ആ വെള്ളം ഒഴുക്കി കൊടുത്തത് അനുഭവിക്കുന്ന കാലത്തോളം ഇവൻ്റെ ഖബറിൽ അവനത് ആസ്വദിക്കാൻ കഴിയുമെന്നാണ്. വെള്ളം ഒഴുക്കുക എന്ന് പറഞ്ഞാൽ പൈപ്പുകളിലൂടെ ജനങ്ങളുടെ താമസ സ്ഥലങ്ങളിലേക്കും ആവശ്യമായിടങ്ങളിലേക്കും വെള്ളം എത്തിക്കുക എന്നതും, അപ്രകാരം തന്നെ ജനങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ വാട്ടർ കൂളറുകൾ സ്ഥാപിക്കുന്നതുമെല്ലാം നമുക്ക് ഈ ഗണത്തിൽ ഉൾപ്പെടുത്താൻ കഴിയും. സാധിക്കുന്നവർക്ക് വലിയ പ്രതിഫലം ലഭിക്കുന്ന സൽക്രമമാണത് എന്ന് മനസ്സിലാക്കുക. മാത്രമല്ല പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കാണാം, വൈഫറാഉക മിൻ ദൽവിക ഫീ ദൽവി അഖീക ലക സദഖത്തുൻ, നിന്റെ ബക്കറ്റിൽ നിന്ന് നിന്റെ സഹോദരൻ്റെ ബക്കറ്റിലേക്ക് നീ ഒഴുക്കി കൊടുക്കുന്ന ഒരു ബക്കറ്റ് വെള്ളം അത് നിനക്ക് സദഖയാണ് എന്നാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൂന്നാമതായി പറയുന്നു, ഔ ഹഫറ ബിഇറാ, ആരെങ്കിലും ഒരു കിണർ കുഴിച്ചു കൊടുത്തു, ആ കിണറിലുള്ള വെള്ളം കൊണ്ട് അവിടെയുള്ള ആളുകൾക്ക് ഉപകരിക്കുന്ന രൂപത്തിൽ ഒരു സ്ഥലത്തൊരാൾ ഒരു കിണർ കുഴിച്ചു കൊടുത്താൽ അതിൽ നിന്ന് ആളുകൾ വെള്ളം കുടിക്കുമ്പോഴെല്ലാം അതിൻ്റെ പ്രതിഫലം ഇവൻ്റെ ഖബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആളുകൾ മാത്രമല്ല, മൻ ഹഫറ മാഅൻ ലം യശ്റബ് മിൻഹു കബിദുൻ ഹർറൻ മിൻ ജിന്നിൻ വലാ ഇൻസിൻ വലാ സബ്ഇൻ വലാ ത്വായിരിൻ ഇല്ലാ ആജറഹുല്ലാഹു യൗമൽ ഖിയാമ, ആരെങ്കിലും ഒരു കിണർ കുഴിക്കുകയും അതിൽ നിന്ന് ദാഹിച്ചു വലഞ്ഞ ഒരു ജിന്നോ മനുഷ്യനോ മൃഗമോ പക്ഷിയോ വെള്ളം കുടിക്കുകയും ചെയ്താൽ
അന്ത്യനാളിൽ അള്ളാഹു അവന് പ്രതിഫലം നൽകാതിരിക്കുകയില്ല എന്നാണ്. ആ ചെറിയ പക്ഷി അതിൻ്റെ കുഞ്ഞു ചുണ്ടുകൊണ്ട് കുടിക്കുന്ന വെള്ളത്തിൻ്റെ പോലും അള്ളാഹു താല ഇവന് പ്രതിഫലം നൽകും. പിന്നെ പുണ്യനബി പറയുകയാണ്, അഞ്ചാമതായി ഔ ബന മസ്ജിദ, ആരെങ്കിലും ഒരു പള്ളി നിർമ്മിച്ചു നൽകി. മരണത്തിലൂടെ ഇവൻ്റെ സുജൂദുകൾ അവസാനിച്ചു, നിസ്കാരങ്ങൾ തീർന്നുപോയി, പക്ഷേ ഇവൻ്റെ ജീവിതകാലത്ത് ഇവനൊരു പള്ളി നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. ആ പള്ളിയിൽ ആരെങ്കിലും സുജൂദ് ചെയ്യുമ്പോൾ സമാനമായൊരു പ്രതിഫലം ഇവൻ്റെ ഖബറിലേക്ക് എത്തുന്നു, സമാനമായൊരു നിസ്കാരത്തിൻ്റെ പ്രതിഫലം ഇവൻ്റെ ഖബറിലേക്ക് എത്തുന്നു. ഇനി പള്ളി മുഴുവനായി നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല, അതിൽ ഭാഗവാക്കാകാൻ കഴിഞ്ഞു, എന്നാൽ പോലും അത് ചെറിയ കാര്യമല്ല. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, പുണ്യനബി പറയുകയാണ്, മൻ ബനാ മസ്ജിദൻ ലില്ലാഹി കമഫഹസി ഖതാത്തിൻ ഔ അസ്ഗറ, ആരെങ്കിലും ഒരു പക്ഷിക്ക് മുട്ടയിടാനുള്ള സ്ഥലത്തിൻ്റെ അത്ര പള്ളി നിർമ്മിച്ചാൽ, എന്ന് പറഞ്ഞാൽ അത്രയെങ്കിലും പള്ളി നിർമ്മാണത്തിൽ പങ്കാളിയായാൽ, ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അല്ലാഹു തആല സുഖലോക സ്വർഗ്ഗത്തിൽ പകരമായി ഇവനൊരു ഭവനം പണിയുമെന്നാണ്. ആറാമതായി ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തുന്നു, ഔ വറസ മുസ്ഹഫ, ആരെങ്കിലും ഒരു മുസ്ഹഫ് അനന്തരമായി നൽകി, എന്ന് പറഞ്ഞാൽ പള്ളിയിലേക്ക് മുസ്ഹഫ് വാങ്ങി നൽകി, അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന കുട്ടികൾക്ക് മുസ്ഹഫ് വാങ്ങി നൽകി, അതല്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്ന ഇടങ്ങളിലേക്ക് മുസ്ഹഫ് നൽകി. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഈ പരിശുദ്ധ ഖുർആൻ ഉപയോഗപ്പെടുത്തി ആരെങ്കിലും ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ സമാനമായ ഒരു പ്രതിഫലം ഇവൻ്റെ ഖബറിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുമെന്നാണ്. ഏഴാമതായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഔ തറക വലദൻ യസ്തഗ്ഫിറു ലഹു ബഅദ മൗതിഹി, തൻ്റെ മരണാനന്തരം തനിക്ക് വേണ്ടി പാപമോചനം തേടുന്ന ഒരു സന്തതിയെ ഒരാൾ വളർത്തിക്കൊണ്ടുവന്നാൽ ആ സന്തതിയുടെ പാപമോചന തേട്ടം കൊണ്ട് അള്ളാഹു ഇവന് പ്രതിഫലം വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കുമെന്നാണ്. സുഖലോക സ്വർഗ്ഗത്തിൽ വെച്ചുകൊണ്ട് ഒരാൾ ചോദിക്കുന്ന രംഗം ഹബീബായ നബി പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നർ റജുല ലതുർഫഉ ദറജതുഹു ഫിൽ ജന്നതി, ഒരു മനുഷ്യൻ്റെ പദവികൾ സുഖലോക സ്വർഗ്ഗത്തിൽ ഇങ്ങനെ ഉയർത്തപ്പെടുമ്പോൾ ഫയഖൂലു, അയാൾ ചോദിക്കുമത്രേ, അന്നാ ഹാദാ, ഇതൊക്കെ എന്തുകൊണ്ടാണ് റബ്ബേ, എൻ്റെ കർമ്മങ്ങളൊക്കെ നിലച്ചു പോയിട്ടുണ്ട്, പിന്നെയും എനിക്ക് ഇങ്ങനെ പദവി ഉയർത്തി ലഭിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുമ്പോൾ ഫയുഖാലു, പറയപ്പെടും, ബിസ്തിഗ്ഫാരി വലദിക ലക, നിൻ്റെ സന്താനങ്ങൾ നിനക്ക് വേണ്ടി പാപമോചനം തേടിക്കൊണ്ടിരിക്കുന്നു, അതുകൊണ്ടാണ് നിൻ്റെ പദവികൾ ഇങ്ങനെ നാൾക്ക് നാൾ ഉയർത്തപ്പെടുന്നത് എന്ന് അവനോട് തിരിച്ചു പറയപ്പെടുമെന്നാണ്. അങ്ങനെയുള്ള ഒരു സന്തതിയെ വളർത്തിക്കൊണ്ടുവന്ന് ആ സന്തതിയെ ഉപേക്ഷിച്ചുകൊണ്ടാണ് അവൻ പോയതെങ്കിൽ അവൻ അല്ലാഹു തആല നൽകുന്ന പ്രതിഫലം ഇവിടെയും പ്രതിഫലം ലഭിക്കുന്നു, പരലോകത്തും ആ കുട്ടിയെ കൊണ്ട് അവൻ്റെ പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കുമെന്നാണ്. വിശ്വാസികളെ, ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം ഒരു പക്ഷേ ഒരാൾക്ക് ചെയ്യാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല, എന്നാലും ഏതൊരാൾക്കും ചെയ്യാൻ കഴിയുന്ന കർമ്മങ്ങൾ ഈ പറയപ്പെട്ട കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ റമദാനു ശരീഫിൻ്റെ ശ്രേഷ്ഠമായ ദിനരാത്രങ്ങളിൽ ഈ പറയപ്പെട്ട സൽക്കർമ്മങ്ങളിൽ നമ്മെ കൊണ്ട് കഴിയുന്ന കർമ്മങ്ങൾ ചെയ്യാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കണം. ഒരു മരം വെച്ച് പിടിപ്പിക്കുക എന്നത് പലപ്പോഴും നമുക്കൊക്കെ സാധിക്കുന്നതാണ്. ഒരു മുസഹഫ് വാങ്ങി നൽകുക എന്നത് പലപ്പോഴും നമുക്കൊക്കെ സാധിക്കുന്നതാണ്. അങ്ങനെയുള്ള കഴിയുന്ന സൽക്രമങ്ങളൊക്കെ ചെയ്ത് നാളേക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരുക്കി വെക്കാൻ നാം ഒക്കെ പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖും സൗഭാഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.